തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ നടപടി ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉപകരണങ്ങൾ വാങ്ങുന്നതിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിലും കാലതാമസമുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഡോക്ടറുടെ പ്രതികരണം ഔദ്യോഗികമായ ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, ഗുഡ് മോർണിംഗ്. റിനു, യഥാർത്ഥത്തിൽ ഈ വലിയൊരു ജനകീയ പിന്തുണയാണ് ഈ ഡോക്ടർ ഹാരിസ് ഹസൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടിക്ക് നീങ്ങുകയാണെങ്കിൽ ജനരോഷം മുഴുവൻ ആരോഗ്യവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി വേണ്ട എന്നുള്ള രീതിയിലാണോ സർക്കാരിൻ്റെ നീക്കം? ഗുഡ് മോർണിംഗ് SKN. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഹാരിസ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയോഗിച്ച 4-അംഗ സമിതി ഇന്നലെ രാത്രിയോടുകൂടി DMEക്ക് റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ മെഡിക്കൽ കോളേജിൽ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അതിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിലും വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ലഘൂകരിക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ആദ്യമായി പരാമർശിക്കുന്നത്. അത് ലഘൂകരിച്ചാൽ മാത്രമേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടൂ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ഈ ഹാരിസ് ഹസൻ ചട്ടലംഘനം നടത്തി, പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഒന്നും തന്നെ ശുപാർശ ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വസ്തുതയില്ല എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റു വകുപ്പ് മേധാവികളുടെ മൊഴിയെടുത്തതിലും അല്ലെങ്കിൽ അവരിൽ നിന്ന് റിപ്പോർട്ട് തേടിയതിലും ഇതിലൊക്കെ ചില കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം 4-അംഗ സമിതി ഇന്നലെ രാത്രി വൈകിയോടെ റിപ്പോർട്ട് നൽകിയ ആ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടറുടെ പ്രതികരണം ഔദ്യോഗിക ചട്ടലംഘനമാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ 4-അംഗ സമിതി. ഈ റിപ്പോർട്ടിൽ കൃത്യമായി അത് പരാമർശിക്കുന്നുമുണ്ട്. പക്ഷേ യാതൊരുവിധ നടപടികളോ ഒന്നും തന്നെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് ഡോക്ടർമാരുടെ സംഘടന, അതായത് KGM-CTAയും രംഗത്ത് എത്തിയിട്ടുണ്ട്. കാരണം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു ജനകീയ പിന്തുണ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ അത് രൂക്ഷ വിമർശനത്തിന് ഇടയാകും എന്നുള്ളൊരു ഭയം സർക്കാരിനുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പോലും ഇദ്ദേഹത്തിനെതിരായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ CPI മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തുള്ളത്. മുഖ്യമന്ത്രി അടക്കം ആരോഗ്യമന്ത്രി അടക്കം അദ്ദേഹത്തിൻ്റെ ഒരു ഈ നടപടി, അതായത് പരസ്യ പ്രസ്താവന അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ സംഘടന ഇദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഡോക്ടർമാരുടെ സംഘടന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഹാരിസ് ഹസന്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. SKN. ഓക്കെ.